ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വളരെ ലേറ്റായിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ മദർഹുഡ് ജേർണിയുടെ ഒരു പ്രത്യേകത. രാത്രി ഉറക്കം കറക്റ്റ് ആവാത്തതുകൊണ്ട് രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്നതിൽ ഇപ്പോൾ ആർക്കും പരാതിയൊന്നുമില്ല. പക്ഷേ എൻ്റെ പഴയ റൂട്ടീനിലേക്ക് എത്രയും വേഗം തിരിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കങ്ങനെ വെറുതെ ചുമ്മാ വീട്ടിലിരിക്കാൻ ഒക്കത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. എണീക്കുന്നതും കിടക്കുന്നതും താമസിച്ചാണെങ്കിലും അതിനിടയ്ക്കുള്ള സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അതിലൊന്നാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വ്ളോഗിങ് പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോ ആയിട്ട് വിഷ്വൽ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും ഒക്കെ. ഒരു ജെനുവിൻ ലൈഫ് സ്റ്റൈൽ ഫോം ചെയ്തിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വായന. ഒരു ദിവസം ഒരു പേജ് അല്ലെങ്കിൽ അര പേജ് അത് വായിക്കാൻ പറ്റിയാൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു പോസിറ്റീവ് അച്ചീവ്മെൻറ്റ് കൂടിയാണത്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ബെറ്റർ അല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നാറുണ്ട്, പക്ഷേ ഒന്നിനൊരു അടുക്കും ചിട്ടയും വരത്തില്ല എന്നുള്ളതാണ് സത്യം. മൊത്തത്തിൽ മനസ്സിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ എഴുതിയിടും. എന്നിട്ട് ഓരോരോ ടാസ്കുകളായിട്ട് തീർക്കും. ഒത്തിരി ടാസ്ക് ഒഴിവാക്കിയിട്ട് മാക്സിമം 2, 3, 4 അങ്ങനെ ടാസ്കുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യും. ബാക്കി അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കും. അൾട്ടിമേറ്റായിട്ട് നമുക്ക് പീസ് ഓഫ് മൈൻഡ് തന്നെയാണല്ലോ വേണ്ടത്. അതാണ് എൻ്റെ ഒരു ആവശ്യവും. അതിനാണ് ഞാനിപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ബൈ.